രാഹുൽ ഈശ്വർ കൂടി നമ്മോട് ചെയ്യുന്നു. രാഹുൽ ഈശ്വർ, നമ്മൾ ഈ അടുത്ത കാലത്തും അല്ലെങ്കിൽ പണ്ടും ഇത്തരത്തിൽ കേട്ടുകേൾവിയില്ലാത്തൊരു കേസാണിത്. ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകാൻ പോകുന്ന കേസ്. ഇതിനിടയിൽ ഒരുപാട് തവണ കേസ് വൈകിപ്പിക്കാൻ പ്രതിഭാഗത്ത് നടപടി ഉണ്ടായി. പ്രത്യേകിച്ച് ഇവിടെ ഒപ്പോണന്റായി നിൽക്കുന്ന പ്രതിഭാഗത്ത് നിൽക്കുന്ന സമൂഹത്തിൽ ഉന്നതരായ ഏറെ സ്വാധീനം ചെലുത്താൻ സാധ്യമാകുന്ന ആളുകളാണ്. എന്താണ് പ്രതീക്ഷിക്കുന്നത്? പ്രത്യേകിച്ച് ദിലീപിന് അനുകൂലമായി പല ഘട്ടത്തിലും രാഹുൽ ഈശ്വർ പ്രതികരിച്ചതാണല്ലോ. അതിജീവിതയ്ക്കൊപ്പമാണ് കേരളം മുഴുവൻ. അതിജീവിതയ്ക്ക് നീതി കിട്ടണം, എന്നാൽ അതോടൊപ്പം കേസിൽ അനാവശ്യമായി വലച്ചവയ്ക്കപ്പെട്ട ശ്രീ ദിലീപിനും നീതി കിട്ടണം. അതിജീവിതയെ ദ്രോഹിച്ച പന്ത്രസുനി അടക്കമുള്ള ആൾക്കാരെ ശക്തമായി ശിക്ഷിക്കണം. തെളിവുമില്ലാതെ ശ്രീ ദിലീപിനെ തകർക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തെ കേസിലേക്ക് വലിച്ചിട്ട തെളിവിന്റെ കടുകുമണി പോലും ഇല്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ ആടിയ മാധ്യമങ്ങൾക്കും മറ്റും അമൂല്യ മൊമെന്റ് ആയിരിക്കും എന്നാണ് ഡിസംബർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ എല്ലാ അതിജീവിതയോടൊപ്പമാണ്. ആ കുട്ടി അനുഭവിച്ചതാണ്. പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി ആർട്ടിയെ ദ്രോഹിക്കുകയും ആർട്ടിയ ശിക്ഷയും വേണം. എന്നാൽ ഇല്ലാതെ അതൊരു കോൺട്രഡിക്ഷൻ ഇല്ല. അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമ്പോൾ സ്വാഭാവികമായി 8ാം പ്രതിയായ ദിലീപിനും ശിക്ഷ ലഭിക്കേണ്ടതുണ്ട്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ SIT നടത്തിയ അന്വേഷണം ദിലീപിനെ കേസിൽ 8ാം പ്രതിയാക്കിയത് ഈ പറയുന്ന ടവർ ലൊക്കേഷൻ അടക്കം പൾസർ സുനിയുമായി ബന്ധപ്പെടുത്തി അവരുടെ ബന്ധം തെളിയിക്കുന്ന പല രേഖകളും അടക്കം മുൻനിർത്തിയാണ് വിചാരണ കോടതി ഈ ഘട്ടം വരെയും ദിലീപിന് വിടുതൽ നൽകാതെ 8ാം പ്രതിയാക്കി കൊണ്ടുപോകുന്നത്. ഈ ഘട്ടത്തിലും ദിലീപ് നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ശ്രീ ദിലീപ് രണ്ട് നിരപരാധി. ഒന്ന്, ഇന്ത്യൻ നിയമപ്രകാരം ഒരു വ്യക്തി കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെടുന്നവരെ അയാൾ നിരപരാധിയാണ്. രണ്ട്, ശ്രീ ദിലീപിനെതിരെ കടുകുമണിയോളം പോലും തെളിവുകൾ ഈ മീഡിയ എൻക്വയറി ലീഡ് ചെയ്ത റിപ്പോർട്ടർ TV പോലും വന്നിട്ടില്ല. ശ്രീ ദിലീപിനെതിരെ എന്ത് തെളിവാണ് നമ്മൾ കണ്ടത്? മുഖ്യധാരാ മാധ്യമങ്ങളും റിപ്പോർട്ടർ TV ലീഡ് ചെയ്യുകയും ചെയ്തു. റിപ്പോർട്ടർ ബഹുമാനിക്കുന്നു, പക്ഷെ യോജിക്കുന്നു. റിപ്പോർട്ടർ TV അടക്കം ലീഡ് ചെയ്ത് എന്ത് തെളിവ് നമ്മൾ എത്രമാത്രം കോടതി വരെ കരിവാരി ചില ആൾക്കാർ വെച്ചു. കോടതിയിലെ ജഡ്ജിയുടെ മകളെ വരെ ഈ വിവാദത്തിലേക്ക് കോടതി ജഡ്ജിയുടെ അച്ഛനെ, ഭർത്താവിനെ, കുട്ടിയെ, അവസാനം ശ്രീ ദിലീപിനെതിരെ എന്തൊക്കെ പറഞ്ഞു, എന്നിട്ട് ഏതൊക്കെ രീതിയിൽ വൈകാരികപരമായി ഈ കേസ് ഉയർത്തി അതിനെ അട്ടിമറിയാൻ ശ്രമിച്ചു. എന്തെങ്കിലും നടന്നു? അതിജീവിത വനിതാ ജഡ്ജി വന്നത്, ആ വനിതാ ജഡ്ജിയെ കൊണ്ടുവന്നത് തന്നെ അതിജീവിതയുടെ റിക്വസ്റ്റിലാണ്. ആ വനിതാ ജഡ്ജി പക്ഷേ നഷ്ടമുള്ള ജഡ്ജിയായിരുന്നു. ഇമോഷനോ ബാക്കി കാര്യങ്ങൾക്കോ അല്ല, വസ്തുതകളും തെളിവുകളുമാണ് പ്രധാനമെന്ന് നിലപാടെടുത്ത വലിയൊരു ജഡ്ജിയായിരുന്നു. ഇനിയും വിധിയുടെ എങ്ങനെയാണെന്ന് നോക്കാം. ഇരുപക്ഷവും അവർക്കെതിരാണെങ്കിൽ മേൽക്കോടതിയിലേക്ക് പോകുമല്ലോ. അതുകൊണ്ട് അല്ലെങ്കിൽ അത് പ്രശ്നമില്ല. നമ്മുടെ എല്ലാം ലൈഫിലെ ഒരു വലിയ ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്പിനാരായണന് ശേഷം ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ വേട്ടയാടപ്പെട്ട വ്യക്തിയാണ് ശ്രീ ദിലീപ്. ആ ശ്രീ ദിലീപിന് നീതി കിട്ടണം, അതിജീവിതയ്ക്ക് നീതി കിട്ടണം. നമ്മൾ മലയാളികൾ അങ്ങനെ ആഗ്രഹിക്കേണ്ടത്. അതിജീവിതയ്ക്ക് നീതി കിട്ടണം, അതോടൊപ്പം നിരപരാധിയായ ശ്രീ ദിലീപിന് നീതി കിട്ടണം. രണ്ടുപേർക്കും നീതി കിട്ടട്ടെന്നുള്ളതാണ് സാധാരണ പ്രാർത്ഥിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.